സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കടുത്ത നിരാശയിലും പ്രതിഷേധത്തിലുമാണ് പട്ടികയിൽ ഉൾപ്പെട്ട PSC ഉദ്യോഗാർത്ഥികൾ. 2019 PSC പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ കടന്നുകൂടിയവർ ചവിട്ടി പുറത്താക്കപ്പെടുന്ന അവസ്ഥയിലാണിപ്പോൾ. എന്തിനിങ്ങനെ ഒരു PSC എന്നാണ് ഇവരുടെ വിലാപം. പിണറായി സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ കഴിയാതെ കരഞ്ഞു മടങ്ങുകയാണ് PSC പരീക്ഷ എഴുതി CPO റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഈ ഉദ്യോഗാർത്ഥികൾ. കഴിഞ്ഞ 60 ദിവസത്തിലേറെയായി യാചിച്ചും മണ്ണ് തിന്നും നിലത്തുരുണ്ടും ശവമഞ്ചേറിയും തല മുണ്ടനം ചെയ്തുമെല്ലാം സഹന സമരം നടത്തിയിട്ടും എല്ലാം ശരിയാകുമെന്ന് വാ തോരാതെ പറയുന്ന സർക്കാർ മുഖം തിരിച്ചു തന്നെ നിലകൊണ്ടു. എന്തിന് ഇങ്ങനെ ഒരു PSC എന്നാണ് ഇവരുടെ ചോദ്യം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവാക്കളായിരിക്കുന്ന സമയം, ആ ഒരു സമയം നമ്മൾ ഇതിന്റെ ബേക്കിൽ നിന്ന് നടന്ന് ഇങ്ങനെ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന ഒരു പണിയാണ് ഇപ്പോൾ PSC ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ 11 മാസക്കാലം നമ്മൾ ഈ അധികാരികളുടെയും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുടെയും കാല് പിടിച്ച് നടന്നു. ഇവിടുത്തെ ഭരണശിലാ കേന്ദ്രങ്ങളെല്ലാം നമ്മൾ കയറി ഇറങ്ങി. എന്നിട്ട് പോലും നമുക്ക് അർഹതപ്പെട്ട നിയമനം പോലും നമുക്ക് ലഭിക്കുന്നില്ല. എന്തിനാണ് PSC ഇങ്ങനെ നമ്മളെ വഞ്ചിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി വരുന്ന PSC ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചമാണെങ്കിൽ മാത്രം നിങ്ങൾ PSC പഠിച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് പോയി രക്ഷപ്പെടാൻ നോക്കുക. ഇതാണ് നമുക്ക് പറയാനുള്ളത്. കേരള പോലീസിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതീക്ഷയിൽ കേന്ദ്ര സർക്കാരിന്റെ മറ്റു പരീക്ഷകളും ഇവർ എഴുതിയില്ല. സംസ്ഥാനത്തൊട്ടാകെ പോലീസ് സേനയിൽ 18,000-ഓളം ഒഴിവുകളുള്ളപ്പോൾ 13,975 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഇതുവരെ ജോലി ലഭിച്ചത് 3,000-ഓളം പേർക്ക് മാത്രവും. ബാക്കി 80% പേരും കാലാവധി നീട്ടി നൽകുമെന്ന് കരുതി. എന്നാൽ ഒന്നും നടന്നില്ല. പിണറായി സർക്കാർ ഈ യുവാക്കളെ വഞ്ചിച്ചു. ജനം, തിരുവനന്തപുരം.